എന്നാലും ലാലേട്ടന് ഈ ഗതി ഒന്നല്ലോ. എന്തെങ്കിലും ഒന്ന് പറയാനായിട്ടൊരു പോസിറ്റീവ്. എല്ലാം കൊണ്ടൊരു ദുരന്ത സിനിമ. ഒന്നാമത് മലയാളം തന്നെയാണോ, ഏതോ വേറെ ലാംഗ്വേജുള്ള സിനിമ ഇവിടെ ഡബ് ചെയ്ത അവതരിപ്പിക്കണ പോലെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഡബിങ്ങും ഓരോരോ വഴിക്ക്, സിറ്റുവേഷൻ വേറെ വഴിക്ക്, ഡയലോഗ് വേറെ വഴിക്ക്. അതിന്റെ ഒപ്പം ലുഡോ ലഡ്ഡു എന്ന് പറഞ്ഞൊരു അനിമേറ്റ് ക്യാരക്ടർ, അതെങ്ങനെ ഒരു ആക്ടർ ചെയ്യുന്നെങ്കിൽ എയറിന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ലായിരുന്നു. അതിൽ വിരിപ്പിക്കുന്ന ഡയലോഗ്. ലാലേട്ടനൊക്കെ അഭിനയം മറന്ന പോലെയായിരുന്നു ഇതില്. ആളെ കൊണ്ട് തന്നെ അഭിനയിക്കുമ്പോ എങ്ങനെ അഭിനയിക്കാന്ന് പറഞ്ഞു പോയതാവാം. ഇത് കുട്ടികൾക്കുള്ള സിനിമ എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇതിൽ അഭിനയിച്ച കുട്ടികൾക്ക് പോലും ഈ സിനിമ ഇഷ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കങ്കുവ അവരാതാണെങ്കിൽ പോലും പെട്ടെന്ന് സീൻ മാറി പോണ്ടായിരുന്നു. ഇത് ഒരു സ്ഥലത്ത് നാടകത്തിന് സെറ്റിട്ട് രണ്ടുപേര് എന്തോ പറയുന്നു. അതിലത്തെ ഡയലോഗ് ഇതൊക്കെ ആരാണാവോ. ഇമോഷണൽ കണക്ഷൻ പോയിട്ട് കണ്ടിരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. അത് ജയിലിൽ കിടക്കണ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു 2.5 മണിക്കൂറോടെ 5 മണിക്കൂർ കണ്ട പോലെയായിരുന്നു. പിന്നെ ഇസബെല്ല എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച കൊച്ച്, ഒരു ബന്ധമില്ലാത്ത എക്സ്പ്രഷൻസ്, ഒരു ബന്ധമില്ലാത്ത ഡയലോഗ്, ഒരു ബന്ധമില്ലാത്ത അഭിനയം. ബേസിൽ ഗുരു സോമസ് തീർന്നുകൊണ്ട് എങ്ങനെ അഭിനയിപ്പിക്കാന്ന് കാണിച്ചു, ലാലേട്ടൻ എങ്ങനെ അഭിനയിക്കരുതെന്ന് കാണിച്ചു. എന്തൊരു കോമാളി റോളായിരുന്നു. ഇനി ആ ഭാഗത്ത് സന്തോഷിച്ചവൻ അങ്ങനെയാക്കി ഇവരിങ്ങനെയാക്കി ഒന്നും പറഞ്ഞു വരല്ലേ. ഒന്നുമില്ലാത്ത പടത്തില് അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ട്. റീഡ് എക്സ്പീരിയൻസ് ഗംഭീരമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് തൃശ്ശൂർ ഒന്നും കാണാണ്ട് നേരെ തൃപ്പേർക്ക് പോയി. ഇനി ആ തിയേറ്ററിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും തോന്നിയില്ല 3D. പല അവരാധങ്ങൾ കാണുമ്പോൾ അത് സഹിച്ച് ക്ഷമിച്ചാൽ മാത്രം മതി. പക്ഷെ ഇത് അതിന്റെ ഒപ്പം ഈ കണ്ണാടി കൂടി വെക്കണം. അതിന്റെ ഒരു ഇറിറ്റേഷൻ വേറെ. ഇത്രയധികം സീരീസുകളും ഈ കൊറിയൻ സിനിമകളും കണ്ട കുട്ടികളുടെ മുമ്പിലാണോ ഈ സിനിമ കൊണ്ടുവയ്ക്കണം. മുമ്പൊക്കെ ലാലേട്ടന്റെ സിനിമ മോശമായി കഴിഞ്ഞാൽ സംവിധായകരെ പറയായിരുന്നു. ഇതിൽ പാരെ പറയാ, കടലിലൂടെ നടക്കുമ്പോൾ VFX ഒക്കെ ഉണ്ട്, മീൻ ചാടി പോണതൊക്കെ. ഇതെന്റെ മാത്രം അഭിപ്രായം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു വേൾഡ് ക്ലാസ് സിനിമയായിരിക്കും. തിയേറ്ററിൽ എന്നെ പോയി കണ്ടുനോക്കുക.